എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് മുട്ട വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുളക്, സവാള, തക്കാളി അതൊക്കെയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇത് മാത്രമല്ല വേറെ ക്യാരറ്റ്, ക്യാബേജ് അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ, ക്യാപ്സിക്കോ അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ചോറിന് വേറൊരു കറിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ പച്ചമുളക് എടുത്തിട്ടുള്ളത് 3 അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ്. അതുപോലെ തന്നെ ഒരു തക്കാളിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടലനൊരു ഐറ്റമാണ്. അപ്പോൾ അത് നമുക്ക് ചോറിന് വേറൊന്ന് കറിയില്ലെങ്കിൽ ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ നിറച്ച് ചോറ് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. പിന്നെ പൊടികളായിട്ട് ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതായ ഗരം മസാലയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഗരം മസാല വെച്ച് ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ്, പിന്നെ മുട്ട 3 എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് 2 മുട്ട വെച്ചിട്ടാണ്. പിന്നെ കുരുമുളക് പൊടി വേണം, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അധികം ലാഗടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോയാലോ. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല രീതിക്ക് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് ഓയിൽ കുക്കിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളത് ആ ഓയിൽ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അധികം ഓയിലൊന്നും വേണ്ട. പിന്നെ ചെറുതാക്കി എറിഞ്ഞ പൊടിയായിട്ട് എറിഞ്ഞ സവാളയും അതോടൊപ്പം തന്നെ കുനുകുനാന്നായിട്ട് അരിഞ്ഞ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ പച്ചമുളകിന് തീരെ എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ പേസ്റ്റ് ചെയ്തതും ഇങ്ങനെ കുനുകുനാന്നായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയും പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സമയത്താണ് ഈ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ചേർത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളത്. അതിനുശേഷം ഞാൻ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എന്ത് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നല്ല രീതിക്ക് കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ എന്ത് ഫുഡ് ചെയ്യുന്നതാണെങ്കിലും അത് ടേസ്റ്റ് ആയിട്ടുണ്ടാവില്ല. എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക്, ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോവല്ലേ. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും അനുയോജ്യമായ കമൻറ്റ് ഇടാനും മറന്നു പോവല്ലേ. ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ എൻ്റെ വീഡിയോ ആഡ്സൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും 1000 നന്ദിയുണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം കുനുകുനാന്നായിട്ട് അരിഞ്ഞ ഒരു തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുനുകുനാന്നായിട്ട് നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിക്ക് വെന്തൊടയണം, എന്നാലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. തക്കാളിയും ചേർത്തൊന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിന് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഗരം മസാലയാണ്. അപ്പോൾ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ അത് രണ്ടും കൂടി നല്ല രീതിക്ക് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നല്ല രീതിക്ക് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നല്ല രീതിക്ക് വെന്തോടെയാണ്, എന്നാൽ ഇതിന് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. തക്കാളിയൊക്കെ നല്ല രീതിക്ക് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റും ആ ഗരം മസാലയൊക്കെ ഇട്ടെടുത്ത് അതിൻ്റെ പച്ചമുളക് നല്ല രീതിക്കും മാറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നേരത്തെ ഉണ്ടാക്കിയെടുത്തതായ ആ മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഒരു വെറൈറ്റി ടേസ്റ്റിലൊരു ഓംലെറ്റ് ആണ്. അപ്പോൾ ഇത് ചോറിൻ്റെ ഒന്നിച്ചും കഴിക്കാൻ പറ്റും, വൈകുന്നേരം ചായൻ്റെ ഒന്നിച്ചും
കഴിക്കാൻ പറ്റിയ കിടിലൻ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ വീഡിയോ ഫുള്ള് കാണാം. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയവരാണെങ്കിൽ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. എരിവൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ എന്തായാലും കുഞ്ഞുമക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഉറപ്പാണ്, 100% ഉറപ്പാണ്. അങ്ങനെ എന്താ ആ മുട്ടൻ്റെ മിക്സിയിലേക്ക് ഈ മസാലയും ചേർത്ത് ഞാൻ എന്താ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇനിയൊന്നുമില്ല, വേറൊരു പണിയില്ല. നമ്മൾ സാധാ ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇനി ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിക്ക് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണമെന്ന് ബട്ടറോ നെയ്യോ എന്തെങ്കിലും വേണം, ഓയിലോ എന്ത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അത്യാവശ്യം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ദോശക്കല്ലിലാണെങ്കിൽ കുറച്ചും കൂടി അധികം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ നല്ല രീതിക്ക് ഓയിലും സ്പ്രെഡ് ചെയ്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഉണ്ടാക്കിയെടുത്തതായ മുട്ടൻ്റെ മിക്സും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. നല്ല കട്ടിക്ക് കിട്ടുമ്പോഴാണ് ഓംലെറ്റ് വളരെയേറെ ടേസ്റ്റി. എനിക്കൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ഇതാ നല്ല എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ സിമ്മിലാക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ എന്താ ഒരു 2 മിനിറ്റ് സമയം എന്താ മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മോൾ പോർഷനൊന്നും അത്യാവശ്യം നല്ല രീതിക്കൊന്നും വെന്ത് വന്നില്ല. ഇങ്ങനെ ഉണ്ടെന്ന സമയത്ത് നമുക്ക് മറിച്ചിടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒന്ന് അരച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ അങ്ങനെ 2-3 മിനിറ്റ് ശേഷം വീണ്ടും വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുള്ളത്. അങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നല്ല രീതിക്കൊന്ന് ആവി കയറി വരുമ്പോൾ അപ്പോൾ നല്ല രീതിക്കൊന്ന് വെന്ത് വരും. അപ്പോൾ മറിച്ചിടാനായിട്ട് വളരെ സിമ്പിളായിരിക്കും. അങ്ങനെ എന്താ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊടിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണേ. അങ്ങനെ അതാ മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ ചെറിയ സിമ്മിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 2-3 മിനിറ്റ് ഞാൻ അതാ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. അതെന്താ എൻ്റെ മുട്ട ഓംലെറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എത്ര ചോറ് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചോറില്ലാതെ വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ്. കട്ടൻ ചായക്ക് ഉണ്ടെങ്കിൽ പറയണ്ട, വേറെ ലെവലാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി കാണുന്നത് വരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.